കാഞ്ഞങ്ങാട്ടെ പഴയ ബസ് സ്റ്റാൻഡിനോടുള്ള അവഗണനയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ വാഴനട്ടും ഞാറുനട്ടും പ്രതിഷേധിച്ചു. നവീകരണ പ്രവർത്തനത്തിന്റെ പേരിൽ 2 മാസമായി ബസ് സ്റ്റാൻഡ് അടച്ചിട്ടിരിക്കുകയാണ്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ചെളിക്കുളമായി കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ സാധിക്കാതെയായ കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടിട്ട് 2 മാസമായി. നവീകരണ പ്രവൃത്തി നടക്കുന്നുണ്ടെന്ന പേര് പറഞ്ഞാണ് അടച്ചിട്ടത്. എന്നാൽ പേരിന് പോലും ഒരു പ്രവൃത്തിയും ഇവിടെ നടത്തിയിട്ടില്ല. മഴയെ കാത്തുനിന്ന് ഇപ്പോൾ മഴ ശക്തമായതോടെ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും ചെളിക്കണ്ടമായി മാറിക്കഴിഞ്ഞു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരും ഈ ചെളിക്കണ്ടത്തിലൂടെയാണ് പോകുന്നത്. പലരും ചെളിയിൽ വീഴുകയും സാരമായ രീതിയിൽ തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട നഗരഭരണാധികാരികൾ ഇപ്പോൾ ദേശീയപാത നവീകരിക്കുന്ന തിരക്കിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ നാട്ടിപ്പാട്ടുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ ഞാറുനട്ടത്. അടച്ചിട്ടത്ര നാളൊക്കെയായെന്ന് ഭരിക്കുന്നോരധികാരികളെ ജനങ്ങളോടായി നിങ്ങൾ ഉത്തരം പറയണം. നിഷേധങ്ങളൊക്കെയും കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ സമരമൊക്കെ പാടിപ്പാടരും. ഞാറിനോടൊപ്പം വാഴയും നട്ടിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വിഷുവിന്റെ തലേ ദിവസം പോലും ഏറ്റവും അധികം ഈ കാഞ്ഞങ്ങാട് നഗരത്തിൽ തിരക്ക് അനുഭവിക്കുന്ന സമയത്ത് വളരെ ആസൂത്രിതമായി ഈ നഗരസഭ അധികാരികൾ യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കവുമില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ബസ് സ്റ്റാൻഡ് അടച്ചിടുകയും അതിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ആ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു എന്നത് തുടങ്ങി വെച്ചതിനപ്പുറത്ത് ഇത്രയും ദിവസക്കാലമായി ഇത് പൂർത്തിയാക്കാൻ ഈ പറയുന്ന അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. കഴിഞ്ഞ 2-3 ദിവസക്കാലമായി വലിയ മഴ പെയ്തപ്പോൾ, അതായത് വേനൽ മഴയാണ്, നമ്മുടെ വർഷാരംഭത്തിന് തൊട്ട് മുമ്പുള്ള ഒരു മഴയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആ മഴയത്ത് പോലും ഇത് ചെളിക്കുളമാവുകയും ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് ഇവിടെ വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KR കാർത്തികേയൻ അധ്യക്ഷനായി. ജില്ലാ ഭാരവാഹികളായ വിനോദ് കപ്പിത്താൻ, മാർട്ടിൻ ജോർജ്, മാർട്ടിൻ എബ്രഹാം, രതീഷ് കാട്ടുമാടം, HR വിനീത്, നവനീത് ചന്ദ്രൻ, അജിത്ത് പൂടങ്കല്, രഞ്ജിത്ത് അരിങ്കൽ, റഷീദ് നാലക്ര, അനൂപ് ഓർച്ച, പത്മകുമാർ കൊടവലം, സനോജ് കാഞ്ഞങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.